അങ്ങനെ ജാംജും ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുകയാണ്. ഇവിടെ വളരെ ഓഫറുണ്ട്, എന്തോ വലിയ ഓഫറൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് പോവാം. അമ്മയും മേമയും പിന്നെ പല പല സാധനങ്ങളുടെ പിന്നാലെ പോയി കഴിച്ചു. പിന്നെ അമ്മ കണ്ടപ്പോൾ ഐസ്ക്രീമിക്കാണല്ലോ പോകാൻ നേരത്തെടുക്കാൻ അമ്മ പറഞ്ഞു. അപ്പോൾ ഞാൻ സമ്മതിച്ചു ഗൈസ്. പിന്നെ ഇവിടെ ഇല്ലാത്ത അങ്ങനായിട്ട് ഒന്നുമില്ല ഗൈസ്. ഇവിടെ എല്ലാ തരം സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഓരോന്നിനും ഓരോ ഡെസ്ക് ആയിട്ടുള്ള ഓരോ പലതരം സാധനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നമുക്ക് പറയാൻ വയ്ക്കില്ല, കാരണം അത്രയ്ക്ക് തരം സാധനം ഇവിടെ ഫുള്ളാണ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പലതര ഇങ്ങനെ വേണം പറയാറ്, അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെയാണ് അവരിവിടെ ഡെക്കറേറ്റ് ഗൈസ്. ഞാൻ തന്നെ നോക്കിയാൽ തന്നെ നന്നായി മനസ്സിലാവും, അത്രയും ഡെക്കറേഷൻ പലതര സാധനങ്ങളുണ്ട്. വിചാരിക്കുന്നത് ഒറ്റൊരു രീതിയിൽ തന്നെ നമുക്കതെല്ലാം കാണാൻ വയ്ക്കുന്നത്. ഇവരെല്ലാവരും ഇവിടെ സെറ്റാക്കിയിട്ടാണ് ഈ എന്തിനും പറയാൻ വെച്ചാൽ എല്ലാതും നന്നായിട്ടാണ് അവർ നമുക്ക് തിരിച്ച് പറയാൻ വയ്ക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ജംജും ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇവിടെ ചുങ്കത്രയിലെത്തിയ ഒന്ന് മഞ്ചേരി കീറി ചെന്നെങ്കിലും ഇവിടേക്ക് വരണം ഗൈസ്. അത്രയും നൈസ് സ്പോട്ടാണ് ഇത്. 2 ഫ്ലോറാണ് ഗൈസ്. നമുക്ക് മുകളിൽ പോകാം. പിന്നെ എങ്ങനെ വഴിയുണ്ടെങ്കിലും നമുക്കൊന്ന് കയറിയില്ലെങ്കിൽ സന്തോഷമല്ല. പിന്നെ നമ്മളങ്ങനെ ഫ്ലോർ 1ലേക്ക് പോകാനോ തിരക്കിറക്കി ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തി ഗൈസ്. ഇവിടെ കിച്ചൺ സെറ്റിനുള്ള ആവശ്യമുള്ള പലതരം സാധനങ്ങളായിട്ട് അവൈലബിലിറ്റി ഉണ്ട് ഗൈസ്. എന്തിനു പറയാം, അവിടെ തൊട്ട് എല്ലാ തരം സാധനങ്ങളും നമുക്കിവിടെ അവൈലബിലിറ്റി ഉള്ളതാണ്. ഒന്നും ഇവിടെ വേണ്ടാത്തതായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഇവിടെ കയറി പിന്നെ ആരുണ്ടെങ്കിലും എന്തും ആവശ്യം വരും. പലതരം മോഡലുള്ള കപ്സ് അടക്കം അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് പറയാൻ വയ്ക്കാത്ത തരം ഓരോന്നുണ്ട്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയപ്പോൾ വന്നതാണ് ഗൈസ്. നമുക്ക് കാണാം ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ അങ്ങനെ പലതരം സാധനങ്ങളും ഇവിടെ ഉണ്ട്. പ്ലേറ്റ്സ് തൊട്ട് തുടങ്ങിയിട്ട് പാൻ, ഗ്യാസ് സ്റ്റൗസ്, മെഷീൻസ്, എന്തിനു പറയാൻ സ്പൂൺ തൊട്ട് ഒരു ചെറിയ ലൈറ്റർ വരെ ഇവിടെ ലഭിക്കും. നമുക്ക് വേണ്ടാത്തതായിട്ടൊന്നും ഇവിടെ ഉണ്ടാകും. പലതര ഷേപ്പിലായിട്ടാണ് നമുക്കിവിടെ നിന്ന് ഓരോന്ന് വാങ്ങുന്നത്. എല്ലാവരും ഇവിടെ ഓരോന്നിന് വേണ്ടിയിട്ടാണ് ഗൈസ് വരുന്നത്. നമ്മളെ പോലെ തന്നെ എത്ര പേരുണ്ടാവും ഇവിടെ എത്തിയാൽ. നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ വന്ന്